നമസ്കാരം. ഹരി വി ജെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നക്ഷത്രങ്ങളെക്കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചന്ദ്രൻ്റെ സഞ്ചാരക്രമത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഈ ചന്ദ്രൻ്റെ സഞ്ചാരക്രമം, ചന്ദ്രൻ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളാണ്, അതായത് നാളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഈ 27 നക്ഷത്രങ്ങളായിട്ടും അത് 12 രാശിയിൽ 30 ഡിഗ്രിയുള്ള 12 രാശിയിൽ അതിനെ നമ്മൾ രേഖപ്പെടുത്തിയിട്ട് അതിലെ ഒരു 30 ഡിഗ്രിയിൽ 3 നക്ഷത്രം വച്ച് ഡിവൈഡ് ചെയ്ത് നമ്മൾ അതാണ് സഞ്ചാരക്രമം നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിരുന്നത്. അതിൽ നമുക്ക് ഈ നക്ഷത്രങ്ങളെ കൊണ്ട് ഈ പറയുന്ന 27 നക്ഷത്രങ്ങളും 12 രാശി, ഇതാണ് ലോകത്തിലെ ഉള്ള എല്ലാവരുടെയും നക്ഷത്രം. ഈ 27 നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമെന്നാണ് നമ്മളിതിൽ മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെയാണ് ഇങ്ങനെയാകുന്നത്? അതായത് എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും ഡിവൈഡഡ് ബൈ 27, അത്രയും നാൾ ഇവിടെ ഉണ്ടാകും. ഇപ്പം ഈ നാളുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 27 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ജ്യോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ഔട്ടം, ചതയം, പൂരിട്ടാതി, ഉത്തിട്ടാതി, രേവതി. ഇതാണ് 27 നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ 27 നക്ഷത്രങ്ങളെ ഇതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും നമ്മളൊക്കെ ജനിച്ചിട്ടുള്ളത്. അത് കണ്ടെത്തലാണ് ഈ പറയുന്ന ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിതിൽ ഏതിൽ വരും, അല്ലെ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഈ ചന്ദ്രൻ്റെ പൊസിഷൻ എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കലാണ് ഈ നാളെന്ന് പറയുന്നത്. ഈ നാൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് നാള്. അപ്പം ഈ നാളുകളിലെ കുറച്ച് പ്രത്യേകത, നാളുകളെ കുറിച്ചിട്ടൊക്കെ ഈ 27 നാളിലും ചില പ്രത്യേക സവിശേഷതകളൊക്കെ ഉള്ള നാളാണെന്നും, ചില നാളുകളൊക്കെ ചിലതിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ശുഭമാണെന്നും, മറ്റുള്ള ഇതിലൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കഷ്ടവും ദുരിതമൊക്കെ വരും എന്നൊക്കെയുള്ള ഒരു ചിന്ത കണ്ടുപിടിക്കുന്നതിനൊക്കെ ഈ കഷ്ടവും ദുരിതമാണെങ്കിൽ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വരാം. കാരണം കഷ്ടവും ദുരിതമാണ്, പിന്നെ ഇതൊക്കെ എന്തിനാണ് നോക്കേണ്ടത്? അപ്പം ഈ കഷ്ടവും ദുരിതമാണ് ഏത് കാര്യമാണെങ്കിലും നമുക്കതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരുന്നാലേ നമുക്കതിന് അടുത്തുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം മഴ വരുന്നുണ്ടെങ്കിൽ അത് ഒരു കുടയും കൊണ്ട് പോകാനോ അല്ലെങ്കിൽ അത് നനയാതിരിക്കാനുള്ള ഒരു സാധ്യത, നനയുമെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ഡയറക്റ്റ് നമ്മുടെ മുകളിലേക്ക് വെള്ളം വീഴാതിരിക്കാനുള്ള ഒരു സെറ്റപ്പ്, ഒരു കുടയൊക്കെ പിടിച്ച് പോകാൻ, അല്ലെങ്കിൽ ആ മഴക്കാറ് കാണുമ്പോൾ അതിനെയൊക്കെ ഒരു മുൻകരുതൽ എടുക്കാൻ പറ്റുന്നു എന്നതുപോലെ തന്നെ നമ്മളിത് ഒരു മുൻകരുതൽ മാത്രമാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി അറിവുകൾ ഈ ലോകത്തിലുണ്ട്. ആ കൂട്ടത്തിലൊരു അറിവ് തന്നെയാണ് ഈ ജ്യോതിഷം. അപ്പോൾ ആ ജ്യോതിഷത്തിൻ്റെ അകത്ത് ചന്ദ്രൻ്റെ വേഗതയാണ് നമ്മൾ പഠിക്കുന്നത്. ആ ചന്ദ്രൻ എന്ന് പറയുന്ന നക്ഷത്രമാണ്. അത് ഒരു നക്ഷത്രം 30 ഡിഗ്രിയിൽ കൂടെ ഒരു നക്ഷത്രം സഞ്ചരിക്കുന്നത് 2.5 ദിവസം കാണും. അപ്പം ഇതിന് വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ദിവസം കൊണ്ട് മാത്രം ഈ 30 ഡിഗ്രി ഇത് കറങ്ങിത്തിരിക്കുക. അപ്പോൾ ആ 2.5 ദിവസം അത്രയും സ്പീഡിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഒരു നക്ഷത്രം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ 3 എണ്ണം വെച്ച് അടയാളപ്പെടുത്തിയത് നമ്മൾ ആ നക്ഷത്രം കാണുന്നത്, ഈ 3 എണ്ണം എന്ന് പറയുന്നത് 2.5 ദിവസം വെച്ചിട്ട് ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും നമുക്ക്. അപ്പം ഈ നക്ഷത്രങ്ങളുടെ ഈ ഒരു ഗുണങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ആ മെരിറ്റ് ആൻഡ് ഡിമെരിറ്റൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 27 നക്ഷത്രങ്ങളെ 12 രാശിയിൽ നമ്മൾ ഉൾപ്പെടുത്തി. ആ 27 നക്ഷത്രം എന്ന് ഉദ്ദേശിക്കുന്നതും നമ്മൾ ഈ 12 കളം, ഇതുപോലൊരു 12 കളമുണ്ടാകും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ 12 കളങ്ങളിൽ ഒരു കളത്തിലെ 3 നക്ഷത്രം വെച്ചായിരിക്കും അവിടെ സഞ്ചാരക്രമത്തിലുണ്ടാവുക.
അതേതാണെന്ന് കണ്ടുപിടിക്കൽ, അതിനൊക്കെ ഒത്തിരി കാൽക്കുലേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് അതൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്കത് പഠിക്കാൻ പറ്റും. ഇതിപ്പം ഇതാണ് ഈ നക്ഷത്രങ്ങൾ, 27 നക്ഷത്രങ്ങൾ. ഇതാണ് ഈ നക്ഷത്രങ്ങളെ ഈ 30 ഡിഗ്രിയുള്ള ഇതിലെ മൂന്നെണ്ണം വീതം അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ 3 എപ്പോഴും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന ഈ നക്ഷത്രങ്ങളിൽ തന്നെ ഒരു 3 സ്വഭാവങ്ങളുള്ളതായിട്ട് നമുക്ക് 3ആയിട്ട് പിന്നെയും വിഭജിക്കുകയാണ്. അതായത് ദേവഗണമെന്നും അസുരഗണമെന്നും മനുഷ്യഗണമെന്നും പറഞ്ഞു 3ആയിട്ടും കൂടെ വിഭജിക്കുന്നുണ്ട്. ഈ ദേവഗണവും മനുഷ്യഗണവും എന്താണ്? ചിലപ്പോൾ ഈ പറയുന്ന നമ്മുടെ സ്വഭാവം, നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അപ്പം നമ്മളെ മനസ്സിലാക്കാൻ നമ്മളല്ലാതെ വേറൊരാൾക്ക് കഴിയില്ല. നമുക്ക് മാത്രമേ നമ്മളെ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ ടൂളാണ് ജ്യോതിഷം. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളെ അറിയാൻ, മറ്റൊരാളെ അറിയാൻ പോയാൽ നമുക്കത് പറയുക അതങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മളെ അറിയാനായിട്ട് ഏറ്റവും നല്ല ഒരു ടൂളാണ് ജ്യോതിഷം. അതിനകത്ത് ഈ ദേവഗണമെന്ന് പറയുന്ന ലിസ്റ്റിൽ വരുന്ന കുറച്ച് നക്ഷത്രങ്ങളുണ്ട്. അതാണ് അശ്വതി, മകയിരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി. ഇതാണ് ദേവഗണത്തിൽപ്പെട്ടത്. അതുപോലെ തന്നെ മനുഷ്യഗണത്തിൽപ്പെട്ടത് ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രാടം, പൂരിട്ടാതി, രേവതി. ഇതാണ് മനുഷ്യഗണത്തിൽപ്പെടുന്നത്. ഇനി അതിരിക്കലെ അസുരഗണം. അതെന്താണ്? അസുരഗണത്തിൽപ്പെടുന്ന കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം. ഇതാണ് അസുരഗണം. അപ്പം ഇങ്ങനെ ഈ നക്ഷത്രങ്ങളെ 3ആയിട്ട് നമ്മൾ വിഭജിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ വിഭജിക്കുന്നതൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓരോന്നിനെ സൂക്ഷ്മമായിട്ട് വിഭജിച്ചാൽ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മനുഷ്യൻ്റെ മനസ്സിനെ തിരിച്ചറിയാനാണ്. ഏത് ടൈപ്പുള്ള ആൾക്കാരാണെന്നൊക്കെ അറിയാനായിട്ട് ഒരു ചെറിയ ഒരു ഇൻഡിക്കേഷൻ കിട്ടും ഈ ഒരു ഗണം തിരിച്ച് മനസ്സിലാക്കിയാൽ. അപ്പം നമുക്ക് ആചാര്യന്മാർ പറയുന്നത് ഒരേ ഗണത്തിൽപ്പെട്ടതാണെങ്കിൽ ഗണം ഒന്നായാൽ ഗുണം 10. അപ്പോൾ അവർ തമ്മിൽ നല്ല ഐക്യം ഉണ്ടാകുമെന്ന് പറയാം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്. അപ്പോൾ അവരിൽ പലരെ നമ്മൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു അട്രാക്റ്റീവ് നമുക്കുണ്ടാകും. അപ്പോൾ അവരുമായിട്ട് നമുക്ക് യാതൊരു പരിചയം ഉണ്ടാവില്ല. പക്ഷേ അവർ നമ്മളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കൊണ്ട് സംസാരിച്ചൊക്കെ ആ പ്രത്യേക ഒരു അട്രാക്ഷൻ നമുക്ക് അവരുമായിട്ടുണ്ടാകുന്നു. അതൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരേ ഗണത്തിൽപ്പെട്ട ആൾക്കാർ ആകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ അവർ തമ്മിൽ അങ്ങനെ ഒന്നും വലിയ അലൗകികപരമായ രീതിയിലുള്ളൊരു ചിന്തയൊന്നും അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. അപ്പോൾ അതുണ്ടാവാതിരിക്കുന്നതിന് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഗണം തിരിച്ച് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാകുമെന്ന് പറയാം. അതുപോലെ തന്നെ ഓരോ ഗണവും, ദേവഗണമാണ് ദേവഗണത്തിൽപ്പെട്ട ആൾക്കാർ, മനുഷ്യഗണമാണ് മനുഷ്യഗണത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പം നമുക്കതിനൊരു ലിസ്റ്റ് തന്നിരിക്കുക, ഇന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന്. അത് കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ആ ഒരു ഗാലക്സിയിൽ നിന്ന് ഈ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ നമുക്കതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഇതായിട്ട് തോന്നും. കാരണം ഇത്രയും വലിയൊരു ഗാലക്സിയിൽ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന ഒരവസ്ഥ അല്ലേ. നമ്മൾ ഗ്രൂപ്പിസത്തിൻ്റെ വലിയ ആൾക്കാരാണ് നമ്മളൊക്കെ. നമ്മൾ മനുഷ്യരെല്ലാവരും അങ്ങനെ ഓരോ ഗ്രൂപ്പും നമ്മളുണ്ടാക്കാൻ നമ്മൾ മിടുക്കന്മാരാണ്. കാരണം അത് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ അന്ന് തുടങ്ങിയ വർക്കാണ്. നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കലും യുദ്ധവും കാര്യമൊക്കെ നമ്മൾ അന്ന് തുടങ്ങിയതാണ്. കാരണം ആ പറയുന്ന കോടാനുകോടി അണ്ടങ്ങൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കി അടിച്ചൊതുക്കി ഒരുത്തനെ വെട്ടിക്കുത്തിയൊക്കെ റെഡിയാക്കി അതിനെ വലിയ ഒരു ഗോളടിച്ച് കയറി വരുന്നവനാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അന്നേ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വൈരാഗ്യവും അല്ലെങ്കിൽ ആ ഒരു ഈർഷ്യയും അല്ലെങ്കിൽ ആ ഒരു നമ്മളെ സ്വന്തമാക്കി വെക്കലും ഒക്കെ അന്നേ ഉള്ളതാണ്. അപ്പം അതൊന്നും നമ്മുടെ ജന്മനാലേ ഉള്ളതാണ്, ആ ജന്മത്തിൽ തന്നെ ഉള്ളതാണ്. അങ്ങനെയാണ് അതിൽ ഒരാളായിട്ട് മറ്റവരെ എല്ലാം അടിച്ചൊതുക്കി ഒരാളായിട്ട് നമ്മൾ ആ എൻട്രൻസ് കയറി ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് അതിലൊരാളാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ആ ഒരു സ്വഭാവം അത്രയും ഗ്രൂപ്പ് കളിച്ചിട്ട് ആ ഗ്രൂപ്പിനകത്ത് നിന്ന് ഇടിച്ച് കയറി വന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ച് വന്നവരാണ് നമ്മൾ.
അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാലും കാണാം. നമ്മളൊന്നിനും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കാട്ടി കൃത്യമായിട്ട് മറ്റുള്ളവരെക്കാട്ടി ഇതായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മത്സര ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഇല്ലാത്തവർ ഒരിക്കലും ഉയരുന്നതായിട്ട് കാണുന്നില്ല. അപ്പം അത് അങ്ങനെ കാണാതെ വരുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെ. അപ്പം ഈ 3 വിധത്തിൽ നമ്മളിതിനെ തിരിച്ചറിഞ്ഞാൽ ഈ പറയുന്ന ദേവഗണവും മനുഷ്യഗണവും അസുരഗണവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ സിമ്പലുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ചില നക്ഷത്രങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ പറയും ചില യോഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കും. അതൊക്കെ നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട്. എല്ലാം വിഷയമായിട്ട് ഓരോ ദിവസവും ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് വിഷയമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ നമുക്ക് നോക്കാൻ തന്നെ പ്രാപ്തരാകുന്ന രീതിയിലേക്ക് നമ്മൾ വളരണം. അപ്പോൾ ഈ ഒരറിവും മറ്റുള്ള അറിവുകളെല്ലാം തന്നെ നോക്കിയാലും ഒരറിവും നമുക്ക് അന്യമല്ല. ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണ്. ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അറിവ് നമ്മളെടുത്ത് മനസ്സിലാക്കി അത് നമ്മുടേതാക്കി മാറ്റി നമ്മളത് ഡിസ്പ്ലേയിലാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് കിട്ടിയത് നമ്മുടെ പൂർവികരായിട്ടുള്ളവർ മനസ്സിലാക്കിയ ആ അറിവ് അവരിവിടെ ഉപേക്ഷിച്ച് പോയപ്പോൾ നമ്മളതെടുത്ത് അങ്ങനെ എടുത്ത് അത് അടുത്ത ആളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മളും ഇത് പോകുമ്പോൾ ഉപേക്ഷിച്ചിട്ട് പോവുക. ഇതാണ് അറിവ്. അപ്പോൾ ഏത് വിഷയത്തിലും നമ്മൾ ഏതും എടുത്ത് നോക്കുക, ഏതറിവും നമ്മൾ നോക്കുക, എല്ലാ അറിവും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇത് വളരെ രസകരമായിട്ട് നമുക്ക് വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു ഇതിലേക്ക് നമുക്ക് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടും പ്രയാസവും ദുഃഖവും ഒക്കെ വരുമ്പോഴേ നമുക്കിതുപോലുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി മനസ്സിനെ സന്തോഷമാക്കി മാറ്റിയിട്ട് നമുക്ക് ഒരു ദോഷാവസ്ഥയാണ് നമുക്കിതിൻ്റെ ചിന്തയെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടെത്താൻ പറ്റും. എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധി ഇല്ലാത്ത മനുഷ്യരില്ല. എല്ലാവരും പ്രശ്നങ്ങളാകുമ്പോഴാണ് എല്ലാവരും പറയുന്നത് ഓക്കെ എനിക്കൊരു പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ പ്രശ്നം നോക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം പ്രശ്നങ്ങളെ നമ്മൾ എന്ത് പ്രശ്നവും അതിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് കണ്ണടച്ചിരുന്ന് ജപിച്ചാലൊന്നും നമുക്കിത് മാറില്ല. നമ്മൾ തന്നെ പ്രവർത്തിക്കണം. നമ്മൾ തന്നെ പ്രവർത്തിച്ച് നമ്മൾ തന്നെ അതിൻ്റെ കുറ്റങ്ങൾ മനസ്സിലാക്കി നേരായിട്ടുള്ള വഴിയിൽ കൂടെ നമ്മൾ ചിന്തിച്ച് പോകണം. അതാണ് അതിന് മാത്രമാണിത്. കാരണം ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു സിഗ്നൽ മാത്രമാണ്. അത് യഥാസമയം കൃത്യമായിട്ട് ആ ട്രാഫിക് സിഗ്നൽ കണക്കിട്ട് റെഡും പറയുന്ന ഓറഞ്ചും ഗ്രീനും ഒക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അത് കത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ജോലിയാണ് ഈ സിഗ്നൽ കണ്ട് ആ സിഗ്നലിൽ ഏതാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്, ഇനി പറ്റാത്തത് ഏതാണ്, ഇത് ബ്രേക്ക് ഇടേണ്ടതാണോ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഇട്ടാൽ നമുക്ക് അപ്പുറം കവർന്ന് പോകാൻ പറ്റുമോ, ഇതൊക്കെ ചിന്തിക്കേണ്ടത് നമ്മളാണ്. നമ്മളുടെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം സ്റ്റിയറിംഗ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് വെറും ചുമ്മാതിരുന്ന് കത്തുന്ന ഒരു സിഗ്നൽ മാത്രമാണ്. ഈ സിഗ്നലിനകത്തു നിന്ന് നമുക്ക് യാത്ര സ്പീഡാക്കാനും നമ്മൾ സിഗ്നലിൻ്റെ നിയമങ്ങൾ പഠിക്കണം. എന്നതുപോലെ തന്നെ നമ്മൾ ഈ തത്വങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ വളരെ സന്തോഷമായ രീതിയിൽ ഏത് പ്രശ്നങ്ങളെയും ഒരു പരിധി വരെ നമുക്ക് അത് മനസ്സിലാക്കി അതിനെ പഠിച്ച് അതിനെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കി വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റും. അത് നമുക്ക് ഒക്കെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ വലിയ സന്തോഷം. കാരണം ജീവിതത്തിൽ നമ്മൾ ഒരാളെയും ദുഃഖപ്പെട്ട് ജീവിച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമ്മളെപ്പോഴും സന്തോഷത്തിൽ വേണം ജീവിക്കാൻ. അതിന് നമുക്ക് ദൈവികത നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഈ ദൈവികതയിലേക്ക് ചൂണ്ടുമ്പോൾ തന്നെ നമുക്ക് അതിന് കുറച്ച് വിവേകം നമുക്ക് ആവശ്യമുണ്ട്. കാരണം ബുദ്ധിയും വിവേകവും വേണം. ആ ബുദ്ധി എവിടെ നിന്ന് കിട്ടും? ഇതുപോലുള്ള കാര്യങ്ങൾ പഠനമാക്കി പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് ബുദ്ധി നമ്മളുണ്ടാകുക. ഈ ബുദ്ധി എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ബുദ്ധിയുള്ളവരാണ്. ആരും ബുദ്ധിയില്ലാത്തവരാരുമില്ല. ബുദ്ധി എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഘടകം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് നമ്മുടെ മെമ്മറിയിലുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളപ്പോൾ ഡിസ്പ്ലേയിൽ ആദ്യം ആവശ്യമുള്ളപ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്നതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ബുദ്ധിയുള്ളവരാണ്. നമ്മളൊരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്താൽ നമ്മുടെ തലച്ചോറിൽ അത് പതിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് സെറിബെല്ലും മെഡുല ഓബ്ലാങ്കറ്റയൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് സേവ് ചെയ്തിരിക്കും.
പക്ഷേ നമുക്കത് ആവശ്യത്തിന് എടുക്കാൻ പറ്റുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുദ്ധി നമ്മൾ കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. ഏത് കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കി അതിലെ ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നമുക്കിത് തെളിഞ്ഞ രീതിയിൽ പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പം ഈ പറയുന്ന ദേവഗണവും മനുഷ്യഗണവും അസുരഗണവും ഈ ഗണങ്ങളെല്ലാം തന്നെ ഓരോ പ്രത്യേക സ്വഭാവത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. ഈ സ്വഭാവത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇന്ന അനുഭവങ്ങളുള്ളവരായിരിക്കുമെന്നും അല്ലെങ്കിൽ ഇന്നതൊക്കെ അവർക്ക് യോഗ്യതയുണ്ടെന്നും ഒക്കെയാണ്. ഇപ്പം നമ്മൾ കാർത്തിക നക്ഷത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും വാഹനയോഗം ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വാഹനയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കാർത്തിക നക്ഷത്രത്തിന് ഒരു ജന്മമുണ്ട്, അതുപോലെ തന്നെ ബാല്യമുണ്ട്, വാർദ്ധക്യമുണ്ട്, യൗവനമുണ്ട്, മരണമുണ്ട്. അപ്പോൾ ഈ 3-4 സ്റ്റേജിൽ കൂടെ കടന്നു പോകണം. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇങ്ങനെയുള്ള ഈ സ്ഥിതി കൂടെ എല്ലാം കടന്നു പോകണം. ഈ സ്ഥിതി കൂടെ എല്ലാം കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ വാഹനയോഗം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിച്ച കുട്ടിക്ക് ഈ സമയത്ത് വാഹനം ഓടിക്കാൻ പറ്റില്ല, അതിന് വാഹനം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു കാലഘട്ടത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ അതിന് പരുവപ്പെട്ടിട്ടുള്ള ആ സമയത്ത് കിട്ടുന്ന യോഗമുള്ളവരെ ഈ വാഹനയോഗം എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ആ പ്രാപ്തി ഉണ്ടാകണം. അതിന് നമ്മൾ ദശാസന്ധി എന്നാണ് അതിന് പറയുക. നമ്മൾ ദശാസന്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഓരോ ദശാകാലങ്ങൾ പറയുന്നുണ്ട്. ആ ദശാകാലങ്ങളെല്ലാം ദശാസന്ധി ഉപയോഗിച്ചാണ് ഈ നാളിൻ്റെ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനുള്ള വിവരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക. കാരണം നമ്മുടെ ഏജ്, നമ്മൾ ജനിച്ച് നമുക്ക് ഇത്ര വർഷം, ഇത് കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്രമങ്ങൾ അതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് തുടർന്ന് പഠിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ഈ ക്രമം അനുസരിച്ചാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരിക. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ വാഹനയോഗം ഉണ്ടെന്ന് പറയുന്ന എല്ലാ നക്ഷത്രക്കാരും, ഇപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 27 നക്ഷത്രം എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി ഡിവൈഡഡ് ബൈ 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ലോകത്തിലെ വണ്ടിയിലെ കളിയായിരിക്കും അല്ലേ? അത്രയും കോടി ജനങ്ങളുണ്ടാകും അതിനടുത്ത് തന്നെ. അപ്പോൾ അതിനെ ആ രീതിയിലല്ല, ആ സമയത്ത് ഈ സൃഷ്ടിയുണ്ട്, സ്ഥിതിയുണ്ട്, സംഹാരമുണ്ട്, അതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അന്നേരം അങ്ങനെ നോക്കിയാൽ നമുക്കിതിൻ്റെ ഓരോ രസകരമായിട്ടുള്ള ഒരു വിഷയമാണെന്നും അല്ലെങ്കിൽ അതിനെ രസകരമായിട്ട് മനസ്സിലാക്കാനും മനസ്സിന് ഉന്മേഷം കിട്ടുവാനും, കാരണം മാനസികമായിട്ട് നമ്മളൊന്നും വരിയാവാതെ നമുക്ക് കൃത്യമായിട്ട് നല്ല സന്തോഷത്തോടുകൂടെ ചെറിയ കാര്യങ്ങളിൽ കൂടെ മനസ്സിലാക്കി വലിയ കാര്യങ്ങൾ നേടാൻ പറ്റുന്ന ഒരു ശാസ്ത്രമായിട്ട് നമുക്കിതിനെ വളർത്തി വലുതാക്കിയെടുത്ത് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ സന്തോഷം വളർത്തിയെടുക്കുകയും അത് സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തെ പ്രകടമാക്കുകയും ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ ആ വിഷയത്തെ കുറേശ്ശെ ഇത് പറഞ്ഞില്ല, ഇത് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പം ഇതിൻ്റെ ഓരോ അവസ്ഥകളും നമ്മൾ ഇതിനെ ഓരോന്നോരോന്ന് ഇപ്പം തന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കി 27 നക്ഷത്രം പഠിച്ചു. ഈ നക്ഷത്രങ്ങളെ ഈ നാളുകളാണ് നക്ഷത്രമെന്നും ഈ നക്ഷത്രങ്ങളിലെ ഈ ദേവഗണത്തിൽപ്പെട്ടതുണ്ടെന്നും മനുഷ്യഗണമുണ്ടെന്നും അസുരഗണമുണ്ടെന്നും ഇത്രയും നമ്മൾ പഠിച്ചു. ഇനിയും തുടർന്ന് നമ്മൾ ഇതുപോലെ തന്നെ വേറെ ഒരു സബ്ജക്റ്റ് ഇതുപോലുള്ളൊരു സബ്ജക്റ്റ് ഇതിൻ്റെ വേറൊരു വിഭജനം. കാരണം ഇങ്ങനെ വിഭജിച്ചാണ് നമുക്കിത് പഠിക്കാൻ പറ്റും. അപ്പം അതിനെ ഇങ്ങനെ ഓരോ പാർട്ടാക്കി നമ്മളതിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുവാൻ വേണ്ടിയും അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വലിയൊരു അറിവായിട്ട് നമ്മളതിനെ അത് മനസ്സിലാക്കി ആ അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ തുടർന്ന് അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ അടുത്ത രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരും. അപ്പോൾ തുടർന്ന് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് മറ്റുള്ള നമ്മുടെ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളും ഒപ്പം പഠിച്ച് മനസ്സിലാക്കി വന്നാൽ നമുക്ക് വളരെ രസകരമായിട്ട് ഇതിനെ ട്യൂൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ. താങ്ക് യു. ബൈ.